ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 27 ബുധനാഴ്ചയാണ്. ഇന്നലെ തുടക്കത്തിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ പോസിറ്റീവിലായിരുന്നെങ്കിലും പിന്നീട് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. റുപ്പി അങ്ങനെ തുടർച്ചയായിട്ടുള്ള 3 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ആദ്യം തന്നെ പറയാനുള്ളത് F&O ട്രേഡിങ്ങിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സെബി ഉദ്ദേശിക്കുന്നുണ്ട്. മാർക്കറ്റ് വളരെ വേഗത്തിൽ, അതായത് ഉയരുകയോ താഴുകയൊക്കെ ചെയ്യുമ്പോൾ, അതായത് നല്ല വൊളറ്റാലിറ്റി ഉള്ള സമയങ്ങളിൽ ഓപ്ഷൻ കോൺട്രാക്ട്സ് ലഭിക്കാത്ത പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് പുതിയ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് പെട്ടെന്ന് വലിയ മൂവ്മെൻറ്റ് കാണിക്കുമ്പോൾ അവൈലബിൾ സ്ട്രൈക്ക് പ്രൈസുകൾ മതിയാകാറില്ല. അതിനാൽ ട്രേഡേഴ്സിന് ശരിയായ പ്രൈസിൽ ട്രേഡ് എടുക്കാനും ഹെഡ്ജ് ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് വരുന്നു. സെബി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ എക്സ്ചേഞ്ചിലും ഒരേ സ്ട്രൈക്ക് പ്രൈസ് സിസ്റ്റം, അതായത് NSE BSE എന്നിവയ്ക്ക് വ്യത്യസ്ത രീതികളിലാണ് ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ഒരു കോമൺ രീതിയിലേക്ക് കൊണ്ടുവരിക. ഹൈ വോളറ്റാലിറ്റി സമയത്തും കോൺട്രാക്റ്റ് ലഭിക്കും. കൂടാതെ മാർക്കറ്റ് ശക്തമായി മൂവ് ചെയ്താലും കൂടുതൽ സ്ട്രൈക്ക് പ്രൈസുകൾ ഉടൻ ആഡ് ചെയ്യും എന്നിവയൊക്കെയാണ് ഉള്ളത്. ITM OTM കോൺട്രാക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യും. മറ്റൊന്നുള്ളത്, എക്സ്ചേഞ്ചുകളിൽ ദിവസേന സ്ട്രൈക്ക് പ്രൈസുകൾ റിവ്യൂ ചെയ്യുകയും ചെയ്യും. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ, അമേരിക്കൻ സൈന്യം ഇറാനിയൻ ബോട്ടുകളിലും മിസൈൽ ലോഞ്ച് സൈറ്റുകളിലും സുരക്ഷാ ആക്രമണം നടത്തി. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ്. ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച യുറാനിയം അമേരിക്കയ്ക്ക് കൈമാറുകയോ അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നശിപ്പിക്കുകയോ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇപ്പോഴത്തെ ഇറാൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, US ആക്രമണത്തിന് പിന്നാലെ വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് ഇറാൻ്റെയും മുന്നറിയിപ്പുണ്ട്. ഏതായാലും ഒരു അന്തിമ കരാറിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പോഴും നിരവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളുടെയും ഗിഫ്റ്റ് നിഫ്റ്റിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ആദ്യം ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.3% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 3.6% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,900 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. US ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇന്നലെ നല്ല നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. $100 അരികെയൊക്കെ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി US മാർക്കറ്റുകളിലേക്ക് വന്നാൽ, ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഡൗ ജോൺസ് 0.23% ഇടിഞ്ഞു. നാസ്ഡാക്ക് 1.19% നേട്ടവും S&P 500 0.6% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നാസ്ഡാക്കും സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആയിട്ടുള്ള റസൽ 2000 പുതിയ ഇൻട്രാഡേ റെക്കോർഡ് ഹൈറ്റ്സ് ടച്ച് ചെയ്തിരുന്നു. ഡൗ ജോൺസ് അവിടെ ഇടിയാനുണ്ടായ കാരണം കൺസ്യൂമർ സ്റ്റോക്കുകൾ ഇടിഞ്ഞതാണ്. ഇനി കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ 1,16,520 എന്ന നിലയിലാണ്. സ്പോട്ട് ഗോൾഡിൽ ഇന്നലെ 1% ഇടിവുണ്ടായിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ, ബിറ്റ്കോയിൻ 2% ഇടിവിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. $75,000 ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ടാറ്റയുടെ ഓഹരികൾ നമ്മുടെ കൈവശമുള്ളതാണ്. ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ബോർഡ് യോഗത്തിൽ ഗ്രൂപ്പിൻ്റെ വലിയ നിക്ഷേപങ്ങളിലുള്ള പക്ഷേ നഷ്ടത്തിലോടുന്ന ചില പ്രധാനപ്പെട്ട ബിസിനസ്സുകളുടെ പ്രവർത്തനം വിശദമായി വിലയിരുത്തി. ഈ യോഗത്തിൽ നിയോൽ ടാറ്റ നേരിട്ട് ഇടപെട്ടത് ശ്രദ്ധേയമായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നഷ്ടത്തിലോടുന്ന വലിയ ബിസിനസ്സുകൾ, ടാറ്റയുടെ വലിയ ബിസിനസ്സുകൾ എങ്ങനെ ലാഭത്തിലാക്കാം, ഭാവിയിലെ ടാറ്റ ഗ്രൂപ്പ് നേതൃത്വവും ടാറ്റ സൺസ് ലിസ്റ്റിങ്ങിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചർച്ചയായത്. ഇന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ, ചൈനയിൽ നിന്നും ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഏഷ്യയിലെ നിരവധി മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആയിരിക്കും. സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, UAE തുടങ്ങിയ മാർക്കറ്റുകൾക്കെല്ലാം ഇന്ന് അവധിയാണ്. നാളെ നമ്മുടെ മാർക്കറ്റും അവധിയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പരമാവധി കാണുന്ന എല്ലാവരും തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. Q4 റിസൾട്ടുകൾ നോക്കാം. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്ന കമ്പനി പ്രോഫിറ്റിൽ 3.1% വർധനവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6,650 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 2.7% വർധനവ് വന്നു. 35,928.2 കോടി രൂപയിലാണ്. അടുത്ത സൈമൺസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 36.4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 370.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്.
റവന്യൂവിൽ 14.6% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 4617.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതർ ഇൻകം ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 100.3 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 151.4 കോടി രൂപയായിട്ടാണ് സൈമൺസിൻ്റെ അതർ ഇൻകംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ ഒരു ഇടിവ് തന്നെയാണ്. അടുത്തത് JK ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 80.2% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 178 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.4% വർധനവും റിപ്പോർട്ട് ചെയ്തു. 4223.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഹെൽത്ത് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 54.6% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 94.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 19.1% വർധനവ് വന്നിരിക്കുന്നു. 3704.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ലാൻഡ്മാർക്സ് കാസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 10 മടങ്ങിൻ്റെ വർധനവ് 15.03 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത്. റവന്യൂവിലും വർധനവ് തന്നെയാണ്. 17.2% വർധനവ് 1278.5 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. മറ്റൊരു കമ്പനി ഗന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 248.6% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 40.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.7% വർധനവ് 1093.4 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി രാം രത്ന വയേഴ്സ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 116.8% വർധനവ് റിപ്പോർട്ട് ചെയ്ത് 39 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 83.2% വർധനവും റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു മന്ത്ലി സെയിൽസ് ഡാറ്റയിലേക്കാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 2408 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 1161 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.